നമ്മൾ ഇന്നറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ വിസ്മയിപ്പിച്ച ഒരു ചോദ്യം. ഈ പിരമിഡുകൾ ആരാണിത് പണിതത്? ഈജിപ്തിലെ മരുഭൂമിയിൽ കാലത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിശബ്ദമായി നിലകൊള്ളുന്ന ഈ കല്ലുമലകൾ ഇത് വെറും കബറുകളോ അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ മറന്നുപോയ ഏതെങ്കിലും വലിയ സത്യമോ? ഇതിനെപ്പറ്റി അറിയാൻ നമുക്ക് ഏകദേശം 4500 വർഷം പിന്നിലേക്ക് പോകേണ്ടി വരും. നൈൽ നദിയുടെ തീരത്ത് ഒരു ശക്തമായ സാമ്രാജ്യം. അവിടുത്തെ ഭരണാധികാരികളെ വിളിച്ചിരുന്നത് ഫറവോന്മാർ എന്നായിരുന്നു. അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മരണം ഒരവസാനമല്ല, മരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള വാതിലാണ്. അതുകൊണ്ടാണ് മരിച്ച ശേഷവും ഫറവോന്മാർ ജീവിക്കണം എന്നവർ കരുതിയത്. ആ ശരീരം സുരക്ഷിതമായിരിക്കണം, ആത്മാവ് തിരികെ വരാനും ഒരു വീട് വരും. അങ്ങനെ ജനിച്ചു പിരമിഡ്. ഗീസയിലെ ഏറ്റവും വലിയ പിരമിഡ്, ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗീസ. ഇത് പണിതത് ആരാണ്? ചരിത്രം പറയുന്നു ഖൂഫു എന്ന ഫറവോനാണ് ഇത് പണിതെന്നാണ്. പക്ഷെ ഇവിടെയാണ് ആദ്യത്തെ സംശയം വരുന്നത്. 23 ലക്ഷം കല്ലുകൾ, ഓരോന്നിനും 2 മുതൽ 15 ടൺ വരെ ഭാരം. ഒരു ആധുനിക ക്രെയിൻ പോലും ഇല്ലാത്ത കാലം ഇതെങ്ങനെ സാധിച്ചു? ഇന്ന് പോലും ഈ കല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരു പേപ്പർ കയറ്റാൻ പോലും പറ്റാത്ത അത്ര കൃത്യം. കല്ലുകൾ മുറിച്ചതെങ്ങനെ, കയറ്റിയതെങ്ങനെ, GPS ഇല്ല, ലേസർ ഇല്ല, ഇരുമ്പ് ഉപകരണങ്ങൾ പോലും ഇല്ലാത്ത ഈ കാലത്ത്. പക്ഷെ ചരിത്രപരമായി പറയുന്നത് ഇത് 1000-ലധികം തൊഴിലാളികളുടെയും റാമ്പുകളുടെയും വർഷങ്ങളായിട്ടുള്ള പരിശ്രമം കാരണം ഉണ്ടായതെന്നാണ്. പക്ഷെ ഒരു ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നു. ഇത്ര കൃത്യത, ഇത്ര ജാമിതി, ഭൂമിയുടെ ദിശകളോടും പൂർണ്ണമായുള്ള പൊരുത്തം, ഇത് മനുഷ്യശേഷി മാത്രമാണ്. മറ്റൊരു അതിശയിപ്പിക്കുന്ന സത്യം എന്നാൽ ഗീസയിലെ 3 പ്രധാന പിരമിഡുകൾ ആകാശത്തിലെ ഓറിയോൺ നക്ഷത്രത്തിനെ സമുച്ചയത്തിന്റെ കൃത്യമായ പ്രതിഫലനം പോലെ, അതായത് ആകാശവും ഭൂമിയും തമ്മിൽ ഒരു ബന്ധം. ചിലർ പറയുന്നു ഫറവോന്മാർ മരിച്ചാൽ അവന്റെ ആത്മാവ് നക്ഷത്രങ്ങളിലേക്ക് ഉയരും എന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു എന്നാണ്. പക്ഷെ ചിലർ ചോദിക്കുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും കൃത്യമായ മാപ്പ് അന്നത്തെ മനുഷ്യർക്ക് എങ്ങനെ കിട്ടി? ഇവിടെയാണ് ഏറ്റവും വലിയ വിവാദമായ സിദ്ധാന്തം തുടങ്ങുന്നത്. പിരമിഡുകൾ യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമാണോ? ചില ഗവേഷകർ പറയുന്നു ഭൂമിക്ക് പുറത്തു നിന്നുള്ള ഏലിയൻ സിവിലൈസേഷനിൽ നിന്നും മനുഷ്യർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടാകാം. കാരണം അന്ന് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമാന പിരമിഡുകൾ, ചില ചിഹ്നങ്ങൾ ആകാശ വസ്തുക്കളെ പോലെ. പക്ഷെ ഇതിന് തെളിവുണ്ടോ? ഇല്ല. എന്നാൽ പൂർണ്ണമായ നിഷേധവുമില്ല. പിരമിഡുകളുടെ മുന്നിൽ കാവലായി നിൽക്കുന്ന ഒരു മുഖമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദ ഗ്രേറ്റ് സ്ഫിങ്സ് ഓഫ് ഗീസ. പകുതി മനുഷ്യനും പകുതി സിംഹവും. ഗവേഷകർ പറയുന്നത് സ്ഫിങ്സ് പിരമിഡുകളെക്കാളും വളരെ പഴയതെന്നാണ്. അതിലുണ്ടായിട്ടുള്ള ജലാശയങ്ങളും മഴക്കുറിപ്പുകളും ഇത് ഈജിപ്തിൽ മഴയുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ തെളിവുകളാണ്. അതായത് നമ്മൾ അറിയുന്ന ചരിത്രത്തിന് മുമ്പ് ഒരു നഷ്ടപ്പെട്ട സിവിലൈസേഷൻ. ഇന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറം പിരമിഡുകൾ ഇപ്പോഴും നിൽക്കുന്നു നിശബ്ദമായി. അവ നമ്മളോടൊന്നും പറയുന്നില്ല, പക്ഷെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ചരിത്രം മുഴുവനെ അറിയുന്നുണ്ട്. മനുഷ്യൻ എത്ര ശക്തനായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ആരോ നമ്മളെ സഹായിച്ചിരുന്നു. ഒരുപക്ഷെ പിരമിഡുകളുടെ ഏറ്റവും വലിയ രഹസ്യം ഇതായിരിക്കാം. അവ ഇന്നും നമ്മളെ ചിന്തിപ്പിക്കും.